വന്ദേമാതരം പരമ്പരാഗത രീതിയിൽ ആലപിച്ചാൽ മതിയെന്ന പാർട്ടി നിലപാട് തള്ളി കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ. കേരളം ഒഴികെയുള്ള കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല AICC ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിലും വന്ദേമാതരത്തിലെ എല്ലാ ചരണങ്ങളും ആലപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും നിർത്താൻ കൈകാണിച്ചുവെങ്കിലും ഗായക സംഘം പൂർണ്ണമായും ആലപിച്ച ശേഷമാണ് നിർത്തിയത്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം കോടി കോടി കണ്ഠ കല കല നിനാദ കരലേ कोटि कोटि भुजे धृत कर करवाले केवल माँ तुम्ही आ बोले बहुबल धारिणी नमामि तारिणी रिपुदल वारिणी मातरम वंदे मातरम तुम्ही विद्या तुम्ही धर्मा तुम्ही हृदि तुम्ही मर्मा त्वं हि प्राणा शरीरे बाहुते तुम्ही मा शक्ति हृदये तुम्ही मा भक्ति तुम्हारी प्रतिमा गढ़ी मंदिरे मंदिरे वंदे मातरम त्वं हि दुर्गा दश प्रहरण धारिणी कमला कमल दल विहारिणी वाणी विद्या दायिनी नमामि त्वां नमामि कमलाम् अमलाम् अतुलां सुजलां सुफलां मातरं वन्दे मातरं श्यामलां सरलां सुस्मितां भूषितां धरणीं भरणीं मातरं वन्दे मातरं वन्दे मातरं. ആഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം ആലപിക്കേണ്ടില്ലെന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. പക്ഷേ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് സർക്കാരുകൾ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി വന്ദേമാതരത്തിലെ എല്ലാ ചരണങ്ങളും ആലപിച്ചു. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ഉണ്ട്. കിരണ്, കോൺഗ്രസ് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നതിനെതിരായിരുന്നു, നമുക്കറിയാം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനത്ത് വ്യത്യസ്തമായത് എങ്ങനെയാണ്? കിരൺ. രഞ്ജിത്തെ, വന്ദേമാതര വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായത് കനത്ത തിരിച്ചടിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വന്ദേമാതരം പരമ്പരാഗതമായി ചെല്ലുന്ന 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്. അത് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെല്ലാം പാർലമെന്റിലടക്കം വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിന് വിരുദ്ധമായി കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലും ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം എല്ലാ ചരണങ്ങളും ആലപിച്ചു. അതോടൊപ്പം തന്നെ അതിലും വലിയ രീതിയിൽ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത ചടങ്ങിൽ ഗായക സംഘം ഈ വന്ദേമാതരം പൂർണ്ണമായ ചരണങ്ങളും ആലപിച്ചു. ഈ 2 ചരണങ്ങൾ കഴിഞ്ഞ് വീണ്ടും അടുത്ത ചരണത്തിലേക്ക് കടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇതെന്താണ് സംഭവിക്കുന്നത് എന്നത് മുഖം കൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നത് കാണാം. ഇതിനിടയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പരസ്പരം സംസാരിച്ച ശേഷം ഇത് നിർത്താൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നിർത്തുന്ന
നിർത്തുന്നില്ല. ഗായക സംഘം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഈ വന്ദേമാതരം പാടിക്കഴിഞ്ഞ ശേഷമാണ് നിർത്തിയത്. കോൺഗ്രസിന് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഔദ്യോഗികമായ വിശദീകരണം ഒന്നും വന്നിട്ടില്ല. പക്ഷേ ജയറാം രമേശ് നൽകിയൊരു വിശദീകരണം ഏതെങ്കിലും തരത്തിൽ വന്ദേമാതരം നിർത്തണം എന്നല്ല സോണിയാഗാന്ധി ആവശ്യപ്പെട്ടത്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രായമായ ആളാണ്, അദ്ദേഹം ദീർഘനേരമായി നിൽക്കുകയാണ്, അദ്ദേഹത്തിന് കസേര വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് എന്നൊരു ന്യായീകരണമാണ് ജയറാം രമേശ് നൽകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. പാർലമെന്റ് ഈയിടെ പാസാക്കിയ ദേശീയ ഗീതം പാടുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുകയോ അതിനെ അപമാനിക്കുകയോ ചെയ്താൽ കേസെടുക്കാം എന്നുള്ള ഒരു നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നു. ഈ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വന്ദേമാതരം പാടുമ്പോൾ അത് നിർത്താനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കാൻ കഴിയും, മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെയും കേസെടുക്കാൻ കഴിയും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ രാജ്യത്തിൽ BJPയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്ന് പരാതി വരാൻ സാധ്യതയുണ്ട്. ആ പരാതി വന്നാൽ ആ കേസെടുത്താൽ അത് രാജ്യത്തിൻ്റെ ഒരു നിയമം ലംഘിച്ചു എന്ന തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കോടതിയിലടക്കം അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാവണം. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇത് നിർത്താൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് നൽകുന്ന വിശദീകരണം അങ്ങനെയല്ല. ഇത് നിർത്താനല്ല, കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കസേര എടുക്കാനാണ്. ആംഗ്യം കാണിച്ചതിൻ്റെ അർത്ഥം എന്താണ് എന്നത് കോടതിക്കോ നിയമത്തിനോ ഒന്നും വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ സമർത്ഥമായിട്ടാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു ന്യായീകരണം നൽകുന്നത്. പക്ഷേ ഈ ന്യായീകരണത്തിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടുക, പിന്നീടുള്ള ചരണങ്ങൾ ഒരു മതത്തിൻ്റെ ദൈവങ്ങളെ സ്തുതിക്കുന്നതാണ്. അത് ഇന്ത്യ എന്ന ആശയത്തിന് എതിരാണ്, ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിനെതിരാണ്. അതുകൊണ്ട് അത് പാടാൻ നിർബന്ധിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുള്ള തെലങ്കാനയിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുള്ള ഹിമാചൽ പ്രദേശിലും ഈ ഗാനം പൂർണ്ണമായും തന്നെ ഈ ദേശീയ ഗീതം പൂർണ്ണമായും തന്നെ ആലപിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം മാത്രമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിനൊപ്പം നിന്ന് ആലപിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. എന്തിന് പാർട്ടി ആസ്ഥാനത്ത് പോലും ഈ തരത്തിൽ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കുന്ന അവസ്ഥയുണ്ടായി. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിനെ തള്ളിക്കൊണ്ട് ഒരു പരിപാടി ആസ്ഥാനത്ത് നടന്നതിന് ഏതെങ്കിലും തരത്തിൽ വിശദീകരണമോ ന്യായീകരണമോ നൽകാൻ പാർട്ടിക്കാവില്ല. വല്ലാത്ത ഒരു പെടലിലാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശരി കിരൺ ബാബു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.